കൊല്ലത്ത് നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കള്ളക്കേസെടുത്തതായി പരാതി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടത്തിനെതിരെയാണ് യുവാവിനെ ആക്രമിച്ചെന്ന പേരിൽ കുണ്ടറ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. എന്നാൽ ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്ത് ഇല്ലാത്ത ഫൈസലിന്റെ പേര് പിന്നീട് എഴുതി ചേർത്തതാണ് എന്നതിന്റെ തെളിവ് യൂത്ത് കോൺഗ്രസ് പുറത്തുവിട്ടു. ഡിസംബർ 24-ന് കുണ്ടറ ഇളമ്പള്ളൂരിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന കേസിലാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ഫൈസൽ കുളപ്പാടത്തെ രണ്ടാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഇളമ്പള്ളൂർ സ്വദേശി ഷിഹാബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് തിരികെ ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെ വരികയും ചെയ്തപ്പോഴത്തേന് രണ്ടാം പ്രതി ഫൈസലായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കാത്ത കേസ് കേട്ടോ, ഞാൻ ഇല്ലാത്ത ഒരാളോട് പേര് പറയാൻ എന്നോടത്ത് പറയുകയും ചെയ്തു. ഞാനത് ഇല്ല എന്ന് നിഷേധിക്കുകയും ചെയ്തു. എൻ്റെ മൊഴിയും കൃത്യമായി അറിയാവുന്നതാണ്. ഒരു കാരണവശാലും ഫൈസൽ എന്ന് പറയുന്ന ഈ വിഷയത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തി. ഇതൊരു രാഷ്ട്രീയ കുടിവക ലെഫ്റ്റും റൈറ്റുമായിട്ടൊരു ബന്ധത്തിൻ്റെ പുറത്ത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. സംഭവം നടന്നു അരമണിക്കൂറിനുള്ളിൽ പരിക്കേറ്റവർ ആശുപത്രിയിലെത്തി ഡോക്ടർക്ക് നൽകിയ മൊഴിയിൽ കുറ്റകൃത്യം നടത്തിയത് ഒരാളെന്നാണ് പറഞ്ഞത്. വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷേ 6 മണിക്കൂർ കഴിഞ്ഞ് കുണ്ടറ പോലീസ് തയ്യാറാക്കിയ FIR-ൽ ഫൈസൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു എന്നും കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഇതിനകത്ത് പ്രതിയാണെന്ന് ആദ്യഘട്ടത്തിൽ പോലീസും പറഞ്ഞിട്ടില്ല, പരിക്ക് പറ്റിയ ആളുകൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നീട് അവരെ കൊണ്ട് മൊഴി ആ രൂപത്തിൽ പറയിപ്പിച്ച് ഫൈസൽ കുളപ്പാടത്തിനെ ഈ കേസിൽ രണ്ടാം പ്രതിയാക്കിയത് വളരെ മനഃപൂർവ്വമായി CPM-ന്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിയമവിരുദ്ധമായി പ്രതിയേർത്തിരിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ ഫൈസൽ ഇല്ല എന്നാണ് സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ദൃക്സാക്ഷി മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത്. കൊല്ലത്ത് DYFI പ്രവർത്തകരെ നവകേരള സദസ്സിൽ മർദ്ദിച്ചതിന്റെ പക വീട്ടുകയാണ് CPM എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ തുടർച്ചയാണ്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും DYFIയും കൊല്ലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയും തിരിച്ച് യൂത്ത് കോൺഗ്രസ് DYFIയെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ നേരെ വന്ന DYFI പ്രവർത്തകരെ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ച് പ്രതിഷേധിച്ചതിലുണ്ടായ ഒരു വിഷയവുമായി തുടർച്ചയാണ് ഇത് വന്നിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഇന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനാണ് തീരുമാനം. റിപ്പോർട്ടർ, കൊല്ലം.